പ്രിയപ്പെട്ടവരെ, ഞാൻ TP സിറാജ് മാസ്റ്റർ. കഴിഞ്ഞ 5 വർഷം ഞാൻ മാലൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിലോട് വാർഡ് മെമ്പറായിരുന്നു. ആ കാലയളവിൽ വാർഡിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ഇത് കരക്കറ റോഡാണ്. ഈ റോഡിൽ ഞാൻ മെമ്പറായ ശേഷം 3 തവണ ഫണ്ട് വെച്ചിട്ടുണ്ട്. ഒരു തവണ 4 ലക്ഷവും, പിന്നീട് 4 ലക്ഷവും, പിന്നീട് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ നടന്നു വരുന്ന ഈ സൈഡ് ഭിത്തി കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6 ലക്ഷം രൂപ വെച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് റോഡുകൾ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി 2024-25 വർഷം 3 ലക്ഷം രൂപയും 2025-26 നടപ്പ് വർഷം 3,60,000 രൂപയും ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പണി ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞ്, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് തുടങ്ങിയിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഈ 6,60,000 രൂപ വെച്ച് ഇതിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം മെയിൻറ്റെയിൻ ചെയ്യാനും ബാക്കി ഭാഗം ഇപ്പോൾ ഈ ചെയ്ത ഭിത്തിയുടെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊഴിലുറപ്പിൽ ചെയ്ത മറ്റൊരു റോഡാണ് മുരിക്കിൽ റോഡ്. ഏകദേശം 100 മീറ്ററോളം ഈ റോഡിന് ലെങ്ത് ഉണ്ട്. 5 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റോഡ് തയ്യാറാക്കിയിട്ടുള്ളത്. 2ാം വാർഡ് വെള്ളിലോടിൽ എൻ്റെ ഇടപെടൽ കാരണം നടന്ന മറ്റൊരു റോഡാണ് കിഴക്കമ്മാട് റോഡ്. ഈ കിഴക്കമ്മാട് റോഡ് ചളി കാരണം മഴക്കാലത്ത് ഭയങ്കര പ്രയാസമായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരുടെ നിരന്തരം ആവശ്യമായിരുന്നു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കോൺക്രീറ്റ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3,17,000 രൂപ ഉപയോഗിച്ചാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. 2ാം വാർഡിൽ മെമ്പർ ആയതിനു ശേഷം കൃഷിയുമായി ബന്ധപ്പെട്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് മെമ്പർ ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി വീട്ടിൽ കൂടുന്ന കുടുംബത്തിന് പുതുഭവനം പുതുവസന്തം എന്ന ഒരു ക്യാപ്ഷനിൽ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നൽകിയ 3 വർഷം മുമ്പ് വീട്ടിൽ കൂടലിന് നൽകിയ പ്ലാവൻ തൈ ഇന്ന് വലിയ ചക്കകളുള്ള ഒരു മരമായി മാറിയിരിക്കുകയാണ്. 3 വർഷം കൊണ്ട് 2 വർഷമായി, കഴിഞ്ഞ 2 വർഷമായി ഇതിൽ നിറയെ ചക്കകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പുതുതായി വീട്ടിൽ കൂടിയ ആളുകൾക്ക് ഫലവൃക്ഷ തൈകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, 2ാം വാർഡ് വെള്ളിലോടിനെ വെരിക്കപ്ലാവ് ഗ്രാമമാക്കാൻ വേണ്ടി മെമ്പർ ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 300-ലധികം വെരിക്കപ്ലാവ് തൈകൾ വാർഡിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 2ാം വാർഡിലെ മറ്റൊരു വികസനമാണ് ശിവപുരം ഗവൺമെൻറ് LP സ്കൂൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ശിവപുരം ഗവൺമെൻറ് LP സ്കൂളിൽ വിവിധ വകുപ്പുകളുടെ ഫണ്ട് ഉപയോഗിച്ച് ധാരാളം വികസന പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനം കേരള സർക്കാർ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടമാണ്. അതുപോലെ സ്റ്റാർസ് പദ്ധതി വഴി പ്രീ പ്രൈമറി മോഡൽ കളിയിടവും, പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച മുറ്റം ഇന്റർലോക്ക്, ചുറ്റുമതിൽ റിപ്പയർ, ചുറ്റുമതിൽ തേപ്പ്, വാട്ടർ പ്യൂരിഫയർ, ഡയറ്റ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഭക്ഷണശാല, പുതിയ ടോയ്ലറ്റ്, പഴയ ബിൽഡിംഗ് നവീകരണം തുടങ്ങിയവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ആകെ ഈ 5 വർഷം കൊണ്ട് 1,63,00,000 പരം രൂപ പഞ്ചായത്തിൻ്റെയും വിവിധ ഫണ്ടുകളുടെയും വകുപ്പുകളുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് ശിവപുരം ഗവൺമെൻറ് LP സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ പ്രധാനമായും 2 അംഗനവാടികളാണുള്ളത്. വെള്ളിലോടുള്ള അംഗൻവാടിയും
ശിവപുരം പടുവാർ അംഗൻവാടി. അംഗൻവാടിയുടെ വികസനത്തിന് 20,85,524 രൂപ ചെലവാക്കിയിട്ടുണ്ട്. പോഷകാഹാരത്തിന് 15 ലക്ഷത്തിലധികം രൂപ, സ്മാർട്ട് അംഗൻവാടി ആക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ, അംഗൻവാടി നവീകരണത്തിന് 1 ലക്ഷം രൂപ, ഫർണിച്ചറും കളിപ്പാട്ടും ഒക്കെ കൂടിയിട്ട് 43,000-ലധികം രൂപ, സൗന്ദര്യവൽക്കരണത്തിന് 1,23,000-ലധികം രൂപ, കുഴൽക്കിണറും മോട്ടോറൊക്കെ വെക്കാൻ 1,29,000 രൂപ. അങ്ങനെ 20 ലക്ഷത്തിലധികം രൂപ അംഗൻവാടിയുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിൽ നിന്നും എൻ്റെ വാർഡിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോളാർ ലൈറ്റും തെരുവ് വിളക്കുകളും വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകാശപൂരിതമാക്കുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് പറയാം. ഇതിനുവേണ്ടി ഞാനും നമ്മുടെ കൂടെയുള്ളവരൊക്കെ നടത്തിയ എഫേർട്ട് ചിലറിയുന്നില്ല. മെയിൻ ലൈൻ വലിച്ച് കത്താതിരുന്നൊരു സമയം 18ഓളം ബൾബുകൾ നാട്ടുകാരുടെ സഹായം ഉപയോഗിച്ച് വിവിധ പ്രദേശങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി KSEBയുടെ സഹായത്തോടു കൂടി പഞ്ചായത്ത് ബൾബുകൾ കത്തിപ്പിക്കുന്നതിന് മുന്നേ തന്നെ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് മൈക്രോവേവ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള പാലുകാച്ചിപ്പാറ ടൂറിസം മേഖലയിലേക്ക് വാഹനം വഴി പോകാനുള്ള റോഡാണിത്. പക്ഷേ ഈ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്, നമുക്കറിയാം. ഇതിനൊരു കാരണമുണ്ട്. റോഡ് മെയിൻ്റനൻസ് നടത്താൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള BSNL ഡിപ്പാർട്ട്മെന്റിന്റെ NOC കിട്ടാത്തതാണ്. നിരന്തരം വാർഡ് മെമ്പർ എന്ന രീതിയിൽ കണ്ണൂർ BSNL ഓഫീസുകളിൽ ഞാനും പഞ്ചായത്തും ഇടപെട്ടിരുന്നു. എത്രയും പെട്ടെന്ന് NOC ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മെമ്പറായ ഉടനെ ടൂറിസം മന്ത്രി ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസിന് നിവേദനവും നൽകിയിരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപയും ഈ വർഷം 6,50,000 രൂപയും ചേർത്ത് 11,50,000 രൂപ നീക്കി വെച്ചിട്ടുണ്ട്. NOC കിട്ടിയ ഉടനെ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണ്. ഞാൻ മെമ്പറായ ഉടനെ തന്നെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് താഴെ വെളിലോട് റോഡ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ കയറ്റമുള്ള ഭാഗം വാഹനയാത്രയ്ക്ക് എപ്പോഴും പ്രയാസമായിരുന്നു. അങ്ങനെ പഞ്ചായത്ത് ഫണ്ട് 7 ലക്ഷം രൂപ ചെലവഴിച്ച് ഭംഗിയായി തന്നെ കോൺക്രീറ്റ് ചെയ്തു. പിന്നീട് ഇതിൻ്റെ ബാക്കി ഭാഗം 4 ലക്ഷം രൂപ ഉപയോഗിച്ച് മെയിൻ്റനൻസും 4 ലക്ഷം രൂപ ചെലവഴിച്ച് റീടാറിങ്ങും ചെയ്തിട്ടുണ്ട്. ഇത് കരക്കര ചെക്കുന്നുമ്മൽ റോഡ്. ഈ റോഡിന് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 4 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എസ്റ്റിമേറ്റും ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ പണി പൂർത്തിയാവുന്നതാണ്. മറ്റ് വികസന പ്രവർത്തനങ്ങൾ അത് പ്രധാനമായിട്ടും വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, മെയിൻ ലൈൻ വലിക്കുന്നതിന് വേണ്ടിയിട്ട്, കുടിവെള്ള വിതരണത്തിന് ബോട്ടിൽ ബൂത്തുകൾ, മിനി MCFകൾ, പൊതുകിണർ ശുചീകരണം, ശുചിത്വ ഫണ്ട്, റിംഗ് കമ്പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 374 കുടുംബങ്ങൾക്ക് റിംഗ് കമ്പോസ്റ്റ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്ഷേമ പെൻഷൻ 127 കുടുംബങ്ങളിലെ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം വാർഡിൽ നടത്തിയ മറ്റൊരു പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഞാൻ നടത്തിയ മെമ്പർ ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റും മെമ്പർ ഇനീഷ്യേറ്റീവ് പ്രോഗ്രാമുമാണ്. മെമ്പറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പദ്ധതികൾ, വിവിധ പരിപാടികൾ. വളരെയേറെ ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശമാണ് വെള്ളിലോട്. അതിന് പരിഹാരം കാണുന്നതിന് ഒരു ജലസംഭരണി നിർമ്മിക്കുന്നതിനും നേരത്തെ പഞ്ചായത്തിന് ലഭിച്ച താവോറയുള്ള ചതുപ്പ് നിലം കുളമാക്കി മാറ്റുന്നതിന് 4,25,000 രൂപ നിരന്തരം മെമ്പർ എന്ന രീതിയിൽ ഇടപെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശിവപുരത്തുകാരനായ കോൺട്രാക്ടർ തന്നെയാണ് ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ.